ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ചുവിന് ഓഫീസർ ഫോൺ കൊടുക്കുന്നുണ്ട്. 1.5 മണിക്കൂർ സമയത്തേക്ക് അച്ചു അങ്ങനെ രുക്കുവിനെ വിളിക്കുകയാണ്. രുക്കു ആണെങ്കിൽ അച്ചുവിൻ്റെ കോളും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അച്ചു വിളിക്കുന്നത്. വേഗം തന്നെ രുക്കു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. അച്ചു, ഞാൻ നിന്റെ കോള് കാത്തിരിക്കുകയായിരുന്നു. എല്ലാ രാത്രിയിലും ഞാൻ നിന്റെ കോള് പ്രതീക്ഷിക്കാറുണ്ട്. കോള് വരാതിരിക്കുമ്പോൾ ഞാൻ എനിക്കൊരു ഗുഡ് നൈറ്റ് മെസ്സേജ് അയച്ചുകൊണ്ട് കിടക്കും. നീ എന്നെ കാണാറോ എൻ്റെ മെസ്സേജ് നോക്കാറോ പോലും ഇല്ലല്ലോ എന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ അച്ചു ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എന്നിട്ടും പഴയതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ എൻ്റെ ചേച്ചിക്ക് നമ്പർ കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, നിന്റെ നമ്പർ ഞാൻ ചേച്ചിക്ക് കൊടുത്തായിരുന്നല്ലോ, ചേച്ചി എന്താ വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഇല്ല ചേച്ചി വിളിച്ചില്ല, ചേച്ചിയുടെ കോൾസ് ഒന്നും എനിക്ക് വന്നിട്ടില്ലല്ലോ, നീ ഈ നമ്പർ തന്നെയാണോ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഈ നമ്പർ തന്നെയാണ് ഞാൻ കൊടുത്തത്, നിന്റെ നമ്പർ എനിക്ക് മാറിപ്പോവില്ലല്ലോ, ചേച്ചി നിന്നെ വിളിക്കാത്തത് അതെന്റെ പ്രശ്നമല്ലല്ലോ, എന്തായാലും ഇപ്പൊ തന്നെ ഞാൻ ചേച്ചിയുടെ നമ്പർ നിനക്ക് സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് രുക്കു അർച്ചനയുടെ നമ്പർ അച്ചുവിന്റെ ഫോണിലേക്ക് അയക്കുകയാണ്. അച്ചു, നമ്പർ ഞാൻ നിനക്ക് സെൻഡ് ആക്കിയിട്ടുണ്ടെന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ആ നമ്പർ വന്നിട്ടുണ്ട്, നിനക്ക് ആദ്യമേ ചെയ്തുകൂടായിരുന്നോ, ചേച്ചീനെ വിളിക്കുമായിരുന്നല്ലോ എന്ന് അച്ചു അങ്ങനെ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, നീ തന്നെ നിന്റെ ചേച്ചിയെ വിളിക്കേ, നിന്റെ ചേച്ചിക്ക് നിന്നെ വിളിക്കാൻ പാപബോധം ഉണ്ടാവും, നിന്റെ ചേച്ചിക്ക് നിന്നെ അങ്ങോട്ടേ വിളിക്കാൻ മടിയുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഞാൻ പറയുന്ന സംഭവങ്ങൾ നിനക്ക് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ മടിയായിരിക്കും, പക്ഷേ എനിക്ക് നിന്നോട് ഇതെല്ലാം പറഞ്ഞേ മതിയാവൂ, എല്ലാം നിന്നെ അറിയിക്കേണ്ടത് എൻ്റെ കടമയാണല്ലോ, അല്ലെങ്കിൽ പിന്നെ നാളെ നീ എന്നെ കുറ്റപ്പെടുത്തില്ലേ, നിന്റെ ചേച്ചിക്ക് ഈയിടെയായി ഒരു കക്ഷിയുമായി വഴിവിട്ട ബന്ധമുണ്ട് എന്നങ്ങനെ രുക്കു പറയുമ്പോൾ അച്ചുവിന് ദേഷ്യം വരികയാണ്. മതി, നിർത്തടി, ഈ ആരെപ്പറ്റി എന്താണ് പറയുന്നത്, എന്റെ ചേച്ചിയെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, നീ ഇപ്പോ എന്റെ കൺമുന്നിൽ ഇല്ലാത്തത് ഭാഗ്യം, അല്ലെങ്കിൽ നിന്റെ ചെകിടടിച്ചു പൊളിച്ചേനെ, നീ ആരെ വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ ചേച്ചിയെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ അത് കേട്ടുകൊണ്ട് നിൽക്കില്ല. അങ്ങനെ അച്ചു പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, നീ എന്നോട് എത്രയൊക്കെ ഷൗട്ട് ചെയ്തിട്ടും കാര്യമില്ല, നിന്റെ ചേച്ചിക്ക് ഒരാളുമായിട്ട് റിലേഷൻ ഉണ്ടായിട്ടുണ്ട്, അത് സത്യം തന്നെയാണ്, നിങ്ങൾക്കെല്ലാം അത് ബോധ്യപ്പെടുകയും ചെയ്തു, ബോധ്യപ്പെടാൻ നീ ഇവിടെ ഇല്ലല്ലോ എന്ന് രുക്കു പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, എന്റെ ചേച്ചി ഒരാളുമായി റിലേഷൻഷിപ്പിലായിട്ടുണ്ടെങ്കിൽ നിനക്കെന്താണ്, ചേച്ചിക്കൊരു ജീവിതം കിട്ടുന്നതിൽ എനിക്കോ എൻ്റെ ഏട്ടന്മാർക്കോ ഒരു പ്രശ്നവുമില്ല എന്നങ്ങനെ അച്ചു പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, നിന്റെ ചേച്ചിക്കൊരു ജീവിതം ഉണ്ടാവുന്നതിൽ എനിക്കും പ്രശ്നമില്ല, പക്ഷേ ഒരു സ്ത്രീയുടെ കുടുംബം തകർത്ത് ആ സ്ത്രീയുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നോക്കുന്നത് അത്ര ശരിയല്ലല്ലോ, വലിയൊരു തെറ്റല്ലേ അച്ചു എന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ അച്ചു ആകെ ഷോക്കാവുന്നുണ്ട്. റിലേഷന്റെ പേരിൽ മധുബാല എന്നൊരു സ്ത്രീ അർച്ചന ചേച്ചിയുടെ ഓഫീസിൽ ചെന്ന് ബഹളമുണ്ടാക്കി, അവിടുത്തെ പരിസരത്ത് മുഴുവൻ ഇപ്പൊ ഇതൊരു പാട്ടാണ്, ല്ലാത്തൊരു നാണക്കേടായി എന്ന് രുക്കു പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഇല്ല, എന്റെ ചേച്ചി ഇങ്ങനെ ചെയ്യില്ല, എന്റെ ചേച്ചിയെ എനിക്കറിയുന്നത് പോലെ നിനക്കറിയില്ല, ചേച്ചിയെ ആരപരാധം പറഞ്ഞാലും അത് ദൈവം പോലും പൊറുക്കില്ല എന്ന് അച്ചു പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, നാട്ടിലെ സംസാര വിഷയമാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, ബാല എന്ന സ്ത്രീയുടെ ഭർത്താവിനെയാണ് നിന്റെ ചേച്ചി തട്ടിയെടുക്കാൻ നോക്കിയത്, അതിനാണ് അവര് വന്ന് ബഹളം വെച്ചത്, അവളുമായിട്ട് നിന്റെ ചേച്ചിക്ക് എന്തോ ഒരു മുൻപരിചയമുണ്ട്, അതെന്താണെന്ന് ആർക്കും അറിയില്ല, ഒരാളുമായിട്ട് നിന്റെ ചേച്ചിക്ക് മുൻപരിചയമുള്ള കാര്യം നിനക്കറിയോ, ഞാൻ പറഞ്ഞതിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നീ തന്നെ നിന്റെ ചേച്ചിയോട് നേരിട്ട് ചോദിക്കേ, നിന്റെ അടുത്തിപ്പോൾ നിന്റെ ചേച്ചിയുടെ നമ്പർ ഉണ്ടല്ലോ, എന്തായാലും നിന്റെ ചേച്ചിയുടെയും അയാളുടെയും റിലേഷൻ കാരണം എല്ലാവരും നാണം കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ രുക്കു പറയുമ്പോൾ അച്ചുവിനാണെങ്കിൽ ദേഷ്യം വന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ്. രുക്കു ആണെങ്കിൽ അച്ചുവിനോട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തതിൽ ആകെ സന്തോഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നത്. ചന്ദ്ര എന്നിട്ട് രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, രുക്കു, അച്ചു നിന്നെ വിളിച്ചായിരുന്നോ, കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, എല്ലാം ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞതെല്ലാം അവൻ ഉടനെ വിശ്വസിക്കുന്നുമില്ല, പക്ഷെ എന്തായാലും ഞാൻ പറഞ്ഞതെല്ലാം അവൻ അവന്റെ ചേച്ചിയോട് ചോദിക്കും, എന്റെ ചേച്ചിക്ക് ഒരു തുണ വേണമെന്ന് അവന് ആഗ്രഹമുണ്ട്, പക്ഷേ ചേച്ചിയെ ചേർത്ത് പറഞ്ഞ വ്യക്തി മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായതാണ് അവന്റെ പ്രശ്നം. കേട്ടതിന് ശേഷം അവനാകെ സൈലന്റ് ആയി. ഒരാളെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അതും അവനെ അറിയില്ല എന്ന് രുക്കു അങ്ങനെ പറയുകയാണ് ചന്ദ്രയോട്. ചന്ദ്ര അപ്പോൾ പറയുന്നുണ്ട്, അവനാകെ അമ്പാട്ട് വീട്ടിലൊരു അറ്റാച്ച്മെന്റ് ഉള്ളത് അവന്റെ ചേച്ചിയോടാണ്, തകർന്നു കിട്ടിയാൽ പിന്നെ അവൻ അവിടെ കാലുകുത്തില്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അതിന് വേണ്ടതെല്ലാം ഞാൻ അവനെ കുത്തിവെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോഴാണ് ഇതും കേട്ടുകൊണ്ട് അതുവഴി അങ്ങനെ ആര്യ വരുന്നത്. ആര്യ എന്നിട്ട്
ഇവര് പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ആദ്യം ആര്യയ്ക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും പിന്നെ ഇവരുടെ സംസാരത്തിൽ നിന്ന് അർച്ചനയെക്കുറിച്ചും രേഖയെക്കുറിച്ചുമാണ് സംസാരിക്കുന്നതെന്ന് ആര്യയ്ക്ക് മനസ്സിലാവുകയാണ്. ആര്യ എന്നിട്ട് മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, ഓ ചിന്നുവിന്റെ അമ്മയെ കുറിച്ചാണോ ഇവര് പറയുന്നത്, ചിന്നുവിന്റെ അമ്മ ഇത്തരക്കാരിയാണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആര്യ വേഗം തന്നെ റൂമിലേക്ക് പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ രുക്കുവിനോട് പറയുന്നുണ്ട്, അച്ഛനയ്ക്ക് ഒരു തുണ വേണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? ആയാലും ഈ പ്രശ്നം നമുക്ക് മറ്റൊരു രീതിയിൽ ഹാൻഡിൽ ചെയ്യണം രുക്കു. നാട്ടിലെ അർച്ചന തല കുനിച്ച് നടക്കണം, അതാണ് എനിക്ക് വേണ്ടത്. നമ്മൾ ഫാമിലി മീറ്റിന് അച്ചുവിനെ കാണാൻ പോകുന്നുണ്ടല്ലോ, ആ സമയത്ത് അച്ഛനെ കുറിച്ച് വിശദമായി അവനോട് പറഞ്ഞു കൊടുക്കണം എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോ രുക്കും അതെല്ലാം ശരിവെക്കുകയാണ്. അതിനുശേഷം അർച്ചനയും എല്ലാവരും കൂടി രാത്രിയിൽ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്തനപ്പ ചോദിക്കുന്നുണ്ട്, ചേച്ചി ചിന്നുമോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അവള് നേരത്തെ കഴിച്ചു, എക്സാം ആയതുകൊണ്ട് നേരത്തെ കഴിച്ച് പഠിക്കാനിരുന്നു എന്ന് പറയാണ്. അഞ്ജുപ്പ പറയുന്നുണ്ട്, പഠിക്കുന്ന കുട്ടികള് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കണം. അതെങ്ങനെയാ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ജങ്ക് ഫുഡ് മാത്രമാണ് ഇഷ്ടം, വീട്ടിലെ ഭക്ഷണമൊന്നും അവർ കഴിക്കാറില്ല, എല്ലാം വാരി വലിച്ചു കഴിച്ചാൽ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടില്ലേ എന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം മഞ്ജു, പക്ഷെ ഒന്നും അധികമാവരുത്, ഒന്നും അമിതമാവാതെ ആവശ്യത്തിന് മാത്രം കഴിച്ചാൽ ആർക്കും ഒരു കുഴപ്പവുമില്ലെന്ന് അർച്ചന അങ്ങനെ പറയാണ്. അപ്പോഴാണ് അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഒരു നമ്പറാണ്. അർച്ചന എന്നിട്ട് കക്ഷികളായിരിക്കുമെന്ന് വിചാരിച്ച് വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അച്ചുവാണ് ആ വിളിക്കുന്നത്. അർച്ചനയാണെങ്കിൽ നമ്പർ ആയതുകൊണ്ട് ഹലോ ആരാ എന്ന് ചോദിക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ചേച്ചി ഞാനാ എന്ന് പറയുമ്പോൾ അർച്ചനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അച്ഛൻ എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, എടാ അച്ചുവാണ് വിളിക്കുന്നത്, നമ്മുടെ അച്ചുവാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ ഒരുപാട് സന്തോഷമാവുകയാണ്. അച്ഛൻ എന്നിട്ട് അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, എടാ മോനെ, നിനക്ക് ഇപ്പോഴെങ്കിലും ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടായല്ലോ, ഇപ്പോഴെങ്കിലും നിനക്ക് ഞങ്ങളെയൊക്കെ വിളിക്കാൻ തോന്നിയല്ലോ, എത്ര ദിവസം കൂടിയിട്ടാണ് നീ വിളിക്കുന്നത്? മോനെ, നിനക്കവിടെ സുഖം തന്നെയാണോ എന്ന് അർച്ചന സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ട് അങ്ങനെ അച്ചുവിനോട് ചോദിക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല ചേച്ചി എന്ന്. മഞ്ജു ആണെങ്കിൽ അച്ചുവിന്റെ കോളാണെന്ന് അറിയുന്നതും ആകെ പേടിക്കുന്നുണ്ട്. അച്ചു എന്തിനാന്നാവോ വിളിച്ചത്, ഇനിയിപ്പോ ഇവരുമായി സംസാരിച്ചു കഴിഞ്ഞാൽ അന്നിവിടെ വന്നതും എല്ലാം ഇവരെ അറിയിക്കുമോ, എനിക്കാകെ പേടിയാവുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അനന്തൻ ഫോണ് വാങ്ങിച്ചുകൊണ്ട് അച്ചുവിനോട് സംസാരിക്കുകയാണ്. എടാ അച്ചു, നിന്റെ കാര്യം ആലോചിച്ച് ഞങ്ങളെല്ലാവരും വിഷമിച്ചിരിക്കുകയായിരുന്നു, എന്നെ കാണാനോ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ. അച്ചു നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് അനന്തൻ അങ്ങനെ ചോദിക്കുകയാണ്. അച്ചു ആണെങ്കിൽ ദേഷ്യത്തോടെ ഒന്നും തന്നെ മിണ്ടുന്നില്ല. എന്താണോ ഒന്നും മിണ്ടാത്തത്, ഏട്ടനോട് എന്തേലും പറയടാ, ഇവിടെ എല്ലാവരും തന്നെ നിൽക്കുന്നുണ്ട്, അവരോടൊക്കെ സംസാരിക്കണ്ടേ എന്ന് അനന്തൻ അങ്ങനെ പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ചേട്ടാ ഫോൺ ഇങ്ങോട്ട് തായോ, ഞാൻ സംസാരിക്കാമെന്ന് പറയാണ്. അങ്ങനെ മുകുന്ദൻ അനന്തന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചുകൊണ്ട് അച്ചുവിനോട് സംസാരിക്കുന്നുണ്ട്. അച്ചു മുകുന്ദേട്ടനാടാ, ഏട്ടാ നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് മുകുന്ദൻ അങ്ങനെ ചോദിക്കുകയാണ്. അച്ചു ആണെങ്കിൽ ദേഷ്യത്തിൽ തന്നെയാണ്. മുകുന്ദൻ എന്നിട്ട് അനന്തനോട് പറയുന്നുണ്ട്, അച്ചു ഒന്നും മിണ്ടുന്നില്ല, ഇന്ന് ഏട്ടൻ തന്നെ സംസാരിച്ചോളൂ എന്ന് പറയാണ്. അങ്ങനെ അനന്തൻ ഫോൺ വാങ്ങുന്നുണ്ട്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ഏട്ടാ ഫോണ് ചേച്ചിയുടെ കയ്യിൽ കൊടുക്ക്, എനിക്ക് ചേച്ചിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ആരോടും എനിക്കിപ്പോ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് അച്ചു അങ്ങനെ പറയുമ്പോൾ അനന്തൻ അർച്ചനയ്ക്ക് ഫോൺ കൊടുക്കുകയാണ്. അർച്ചന ഫോൺ വാങ്ങിച്ചുകൊണ്ട് അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ ഈ എന്താ നിന്റെ ഏട്ടന്മാരോട് സംസാരിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ചേച്ചി അവിടെ നിന്ന് മാറി നിൽക്ക്, എനിക്ക് ചേച്ചിയോട് കുറച്ച് തനിയെ സംസാരിക്കാനുണ്ട് എന്ന് പറയാണ്. അർച്ചന അങ്ങനെ ഫോണുമായി പുറത്തേക്ക് പോവുകയാണ്. മഞ്ജു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നന്ദനും മുകുന്ദനും അച്ചുവിന് ഇത് എന്തു പറ്റിയെന്ന് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നന്ദനപ്പോ മഞ്ജുവിനെ നോക്കുകയാണ്. മഞ്ജു ആകെ ടെൻഷനോടെ നിൽക്കണ കണ്ട് അനന്ത ചോദിക്കുന്നുണ്ട്, എന്താ മഞ്ജു നിനക്ക് വിഷമം പോലെയുണ്ടല്ലോ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് ടെൻഷനൊന്നുമില്ല, പക്ഷെ നിങ്ങളോട് സംസാരിച്ചില്ലല്ലോ, അതിന്റെ ഒരു വിഷമാണെന്ന് പറയാണ്. പിന്നീട് അർച്ചന അച്ചുവിനോട് പറയുന്നുണ്ട്, നിന്റെ ഏട്ടന്മാര് നിന്നോട് സംസാരിക്കാൻ നിന്നപ്പോൾ നീ അവരോട് സംസാരിക്കാതിരുന്നത് ശരിയായില്ല മോനെ, ഏട്ടന്മാരോട് സംസാരിക്കാൻ നിനക്ക് പ്രത്യേക മൂഡ് വേണോ? അവരുടെ സൗണ്ട് കേട്ടാൽ നിനക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? അവരുടെ വിളി കേട്ടാൽ ആ വിളി കേൾക്കാതിരിക്കാനാവോ നിനക്ക്? ഇനി ഒന്ന് കാണാൻ പോലും ഞങ്ങൾക്കാവുന്നില്ല, നീ ഇവിടുന്ന് പോകുമ്പോൾ നിനക്ക് തരാനായിട്ട് ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചു, പക്ഷെ അതൊന്നും നിനക്ക് തരാനായി കഴിഞ്ഞില്ല, ഇനി മുന്നേ നീ പോയി കളഞ്ഞില്ലേ, പോയിട്ട് ഇത്ര നാളായി, നിനക്കൊന്നും ഞങ്ങളെ വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോ, നിന്റെ ഫോണിന് ഇതെന്താ പറ്റിയേ, ആ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നത് പോലുമില്ല. അങ്ങനെ സങ്കടത്തോടെ അർച്ചന പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ചേച്ചി എന്റെ പഴയ ഫോൺ നഷ്ടപ്പെട്ടോ, ഇതിലെ കോണ്ടാക്ട്സ് എല്ലാം വിട്ടുപോയി, ഇതിപ്പോ പുതിയ നമ്പറാണ് എന്നങ്ങനെ അച്ചു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, പുതിയ നമ്പർ പുതിയ ഫോൺ, പഴയതെല്ലാം നീ ഉപേക്ഷിക്കുകയാണോ?
ആയിക്കോട്ടെ, എന്നെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നാലും നമ്മൾ ജീവിതത്തിൽ പഠിച്ച പാഠങ്ങൾ ഉപേക്ഷിക്കരുത്. ഇതൊക്കെ പോട്ടെ, എന്നോട് മാത്രമായി നിനക്കെന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താണത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ചേച്ചിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അത് ചോദിക്കുമ്പോൾ ചേച്ചിക്ക് നോവുകയാണെങ്കിൽ ആദ്യമേ ഞാൻ ചേച്ചിയോട് ആ കാലിൽ തൊട്ട് ക്ഷമ ചോദിക്കുന്നു. മധുബാല എന്നൊരു സ്ത്രീയെ ചേച്ചിക്കറിയോ? ചേച്ചിക്ക് അവരെ അറിയായിരിക്കും. അവരെന്തിനാണ് ചേച്ചിയുടെ ഓഫീസിൽ വന്ന് ബഹളം വെച്ചത്? അവര് ചേച്ചിയുടെ കക്ഷിയല്ലേ, പിന്നെ എന്തിനാണ് ചേച്ചിയുടെ ഓഫീസിൽ വന്ന് ബഹളം ഉണ്ടാക്കിയത്? ചേച്ചി എന്താണ് മറുപടി പറയാത്തത്? ഇതിൽ ചേച്ചിയുടെ റോൾ എന്താണ് എന്ന് അച്ചു അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചിലപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിന്റെ ഭാര്യ വീട്ടുകാരാണോ ഇതെല്ലാം വിളിച്ച് അറിയിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അല്ലാതെ ഈ പ്രശ്നം പറയാൻ എനിക്ക് വേറെ വഴിയില്ലല്ലോ, അവര് തന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അതിന്റെ സത്യം എന്താണെന്ന് എനിക്കറിയണം ചേച്ചി. ആ സ്ത്രീയുടെ ഭർത്താവും ചേച്ചിയും തമ്മിൽ എന്താണ് ബന്ധം? ചേച്ചി പറയുന്നതാണ് എനിക്ക് വിശ്വാസം. ഒരൊറ്റ കാര്യം എനിക്കറിഞ്ഞാൽ മതി, ചേച്ചിക്ക് മധുബാലയുടെ ഭർത്താവുമായി മുൻപരിചയം ഉണ്ടോ ഇല്ലയോ? എനിക്കതറിയണം. ചേച്ചിക്ക് അയാളുമായി മുൻപരിചയം ഉണ്ടോ എന്ന് അച്ചു അങ്ങനെ തർപ്പിച്ച് ചോദിക്കുകയാണ്. അച്ഛനപ്പ പറയുന്നുണ്ട്, നിന്നോട് എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. മധുബാല എന്ന സ്ത്രീയുടെ ഭർത്താവുമായി എനിക്ക് മുൻപരിചയമുണ്ട്. അത് ഒരു വക്കീലും കക്ഷിയും തമ്മിലുള്ള ബന്ധമല്ല. ആ ബന്ധത്തിനെ പറ്റി എനിക്ക് ഇപ്പൊ നിന്നോട് ഈ ഫോണിലൂടെ പറയാനായി കഴിയില്ല. ഞാൻ എന്തു പറഞ്ഞാലും അതേ നീ വിശ്വസിക്കൂ എന്നല്ലേ പറഞ്ഞത്? എന്നൊരു വിശ്വാസം ഉണ്ടായിട്ടും നീ എന്നോട് ആ കാര്യം ചോദിച്ചില്ലേ? അതാണ് എന്റെ ഇപ്പോഴത്തെ വിഷമം. നീ ചോദിച്ചതിന്റെ ഉദ്ദേശം എന്തു തന്നെയായാലും എനിക്കിപ്പോ നിന്നോട് ഒന്നും തന്നെ പറയാനാവില്ല. പ്രശ്നം അറിഞ്ഞിട്ടാണ് നീ എന്നെ വിളിച്ചതെങ്കിൽ എനിക്ക് നിന്നോട് വേറെ ഒന്നും പറയാനില്ല. അങ്ങനെ അർച്ചന പറയുമ്പോൾ അച്ചു ചോദിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ ചേച്ചി വേറൊന്നും പറയാൻ തയ്യാറല്ലേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മോനെ നീ എന്നോട് വേറൊന്നും ചോദിക്കരുത്. ഞാൻ എന്തേലും നിന്നെ പറഞ്ഞു പോകും. അതെനിക്കും നിനക്കും വിഷമമാവും. ഈ വിഷയം നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അർച്ചന വളരെ സങ്കടത്തോടെ ഫോൺ കട്ട് ചെയ്യാണ്. അച്ചുവാണെങ്കിൽ ഒന്നും കൃത്യമായി അറിയാത്തതുകൊണ്ട് തന്നെ ആകെ ടെൻഷനിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അച്ഛന് അച്ചുവിനോട് സംസാരിക്കുന്നതെല്ലാം മഞ്ജു അങ്ങനെ വാതിലിന്റെ അടുത്ത് നിന്ന് ഒളിഞ്ഞു കേൾക്കുകയാണ്. ഇത് മറ്റെന്തൊരു പ്രശ്നമാണെന്ന് അറിയുന്ന മഞ്ജു നേരെ പോയി അനന്തനോടും മുകുന്ദനോടൊക്കെ പറയുന്നുണ്ട്, ചേച്ചിയും അച്ചുവും തമ്മിൽ മറ്റെന്തോ വഴക്ക് നടക്കുകയാണ്. ചേച്ചി അവിടെ നിന്ന് നല്ല കരച്ചിലാണെന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോൾ അനന്തനും മുകുന്ദനും ചേച്ചി എന്തിനാണ് കരയുന്നത്? ഇതിനു മാത്രം എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, എന്താന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അച്ചു ചേച്ചിയെ കാര്യമായിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് നല്ല വിഷമായിട്ടുണ്ട്. നിങ്ങളാരും ചേച്ചിയോട് ഒന്നും ചോദിക്കരുത്. ചേച്ചിക്ക് അത് കൂടുതൽ സങ്കടമാവുമെന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോഴാണ് അർച്ചന അങ്ങോട്ടേക്ക് വരുന്നത്. അനന്തനപ്പ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചിയെ പ്രശ്നം എന്ന്. അർച്ചനപ്പ പറയുന്നുണ്ട്, എന്ത് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ്. ഇവന് അവിടെ ഒരു പ്രശ്നവുമില്ല, അവൻ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, അച്ചു എന്നോട് ഒരു വാക്കുപോലും സംസാരിച്ചില്ല എന്നങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ അനന്തൻ പറയുന്നുണ്ട്, അവൻ എന്നോടും ഒന്നും പറഞ്ഞില്ല, മിണ്ടിയില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് അതെല്ലാം ഓർത്ത് വിഷമിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ചിലയാണെങ്കിൽ ആരോടും ഒന്നും പറയാൻ പറ്റാതെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.